ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of our Lord be praised. ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും ഏകജാതനായ പുത്രൻ മുഖാന്തരം പിതാവായ ദൈവത്തെ നാം ആരാധിച്ചു കഴിഞ്ഞു. We were able to worship in spirit and in truth, in all truth to it, that we were able to worship our living God. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നാം ദൈവം മുമ്പായിരിക്കുകയാണ്. As we are sitting fearfully before the presence of God, before His Word, നമുക്ക് അതീവ ശ്രദ്ധയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ ദൈവവചനത്തിന് മുമ്പായിരിക്കാം. Let's just sit with a prayerful heart before God's Word as we ponder on it. ദൈവമായ കർത്താവ് നമ്മുടെ മനസ്സുകളെ തുറക്കുവാനും നമ്മുടെ ജീവിതത്തെ ദൈവം മുൻപായി ഒന്നുകൂടെ പരിശോധിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. It's a sincere prayer that you would make, that the Word of God would speak to us and there would be a spiritual change that happens in our life as we do it. ഉയർപ്പിന്റെ ഞായറാഴ്ച എന്നുള്ളതല്ല വിഷയം, ഇന്നത്തെ വിഷയം. The topic is not about the Easter, or that theme is not specifically the topic. കഴിഞ്ഞ ചില മാസങ്ങളായി നാം എഫേസ്യ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Last few months we've been pondering on the topic of the book of Ephesians. ഞാൻ 2 മാസക്കാലം നാട്ടിലായിരുന്നുകൊണ്ട് ഇവിടെ എത്ര അധ്യായം വരെ പഠിച്ചു എന്ന് എനിക്കറിയില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 അധ്യായങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. Since I was not able to attend a couple of it, but I believe that we've completed chapter 3 and chapter 4. 4-ാം അധ്യായം, അതിന്റെ 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കുന്നത്. And so we're getting into the first 17 verses of chapter 5. That's what's going to be posed before us. ആ ഭാഗം ദേവദാസന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ചുമതലപ്പെട്ടവരെ ക്ലാസ് എടുക്കുവാനായിട്ട്. The responsible brethren are being assigned to consider that passage as in the coming days. ആ നിലയിൽ ഏപ്രിൽ മാസം 13-ാം തീയതിയും ഏപ്രിൽ മാസം 27-ാം തീയതിയും അതിനുള്ള നിയോഗം എനിക്കാണ് ലഭിച്ചിരിക്കുന്നത്. അത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് അതിന്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളും തുടർന്ന് 6-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. And so later on in the month of April 13 and 27, I believe that we will be going into the latter part of chapter 15 of chapter 5 and then getting into the first few verses of chapter 6. ആ ഭാഗം ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I've been pondering on those passages these days. ആ ഭാഗം ഞാൻ പരിശോധിച്ചപ്പോൾ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് വിവാഹ ജീവിതം, കുടുംബജീവിതം അഥവാ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മുഴുവൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. One thing, when I was looking into this passage, one key topic is about marriage and Christian family life, what that entails. 5-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ വാക്ക് ഇൻ ഹാർമണി ഇൻ മാരേജ്, വിവാഹ ബന്ധത്തിലെ പൊരുത്തപ്പെട്ട നടപ്പ് അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലെ പൊരുത്തം, വിവാഹ ജീവിതത്തിലെ യോജിപ്പ് എന്നുള്ളതാണ് വിഷയം. Now the theme that we see from verse 18 of chapter 5 until the end of the chapter is talking about walking in harmony in a family Christian life. എന്ന് പറഞ്ഞാൽ എഗ്രിമെന്റ് വിത്തൗട്ട് എനി ഡിസ്പ്യൂട്ട് ഇൻ മാരേജ്, വിവാഹ ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധിയും ഉണ്ടാക്കാതെ മുൻപോട്ട് പോകുന്ന സൗഹൃദമായ ഒരു ബന്ധമെന്നാണ്. A relationship without any dispute and an agreement with things is what we can see considering that passage. യോജിപ്പും ഒത്തൊരുമയും വളരെ ആവശ്യമുള്ളതിന്. It is important that there will be unity and there will be going things in harmony. ആമോസ് 3:3 നാം വായിക്കുന്നത് രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ എങ്ങനെ ഒരുമിച്ച് നടക്കാമോ എന്നാണ്. In the book of Amos in chapter 3 and verse 3 it talks about unless 2 or 3 come together unity, things cannot progress or will pursue further. അവിടെ വ്യത്യസ്തമായ ചിന്താഗതികളുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ആയിരിക്കുന്ന ആളുകൾ മനോഹരമായി ഉള്ള ഒരു സംയോജനമാണ് വിവാഹബന്ധത്തിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. We see with the different qualities that have been brought within that there's a uniqueness that it comes in unity as a family life goes together. അവിടെ ആശയങ്ങളുടെ ഒരു പൊരുത്തം അല്ലെങ്കിൽ എഗ്രിമെന്റ് ഓഫ് ഐഡിയാസ് വരുന്നുണ്ട്. There is an agreement of ideas that involves in it. Agreements of feelings, വികാരങ്ങളുടെ ഒരു സംയോജനം നടക്കുന്നുണ്ട്. There's also an agreement that comes toward feelings of things. Agreement of action, പ്രവൃത്തികളുടെ വർത്തന രീതികളുടെ ഒരു സംയോജനം അവിടെ നടക്കുന്നുണ്ട്. And also there is an agreeing into the actions of one of the family life. And a pleasing combination of different things, വ്യത്യസ്തമായ കാര്യങ്ങൾ ഒരുമിച്ച് സമ്മേളിപ്പിച്ച് സംയോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ജീവിതമാണ് കുടുംബജീവിതം. And keep different perspectives coming together and holding it together, that is what family life is all about. ഇത് രണ്ടുപേരും ഒരുമിച്ച് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ വിജയകരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. Only when two people are coming together with one accord will there be victory in that family life. അതിന്റെ 2-ാം ഭാഗത്തെ ക്ലാസ്സിൽ വരുമ്പോൾ അത് 27-ാം തീയതിയാണെന്ന് തോന്നുന്നു. അതിന്റെ 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നാം കാണുന്നത് വാക്കിംഗ് ഇൻ ഹാർമണി ബിറ്റ്വീൻ
parents and children എന്നുള്ളതാണ്. And also we can see in the first 4 verses of chapter 6, it talks about the very harmony that needs to come with the parents, with the children, that there will be harmony among them. മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ചുള്ള നടപ്പ് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതം കുടുംബത്തിലും സമൂഹത്തിലും സഭയിലുമെല്ലാം. That there will be both in the home and amongst parents and husband and wife and children, and also in society, there would be unity in that. ഈ പറഞ്ഞ 2 ക്ലാസ്സിലെ വിഷയങ്ങൾ ഈ സംക്ഷിപ്തമായ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ആമുഖമായി പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. Because these 2 topics can be difficult to kind of comprise that during the study, I just want to give an introductory to that particular passage. ഈ 2 വിഷയങ്ങളുടെയും ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു പ്രാരംഭമായി ആ വിഷയങ്ങളുടെ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I just want to bring about a preface to the whole thing about what the perspective is of that passage as we come in the coming days to study. നിങ്ങൾ ധാരാളം ഈ കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണെങ്കിലും വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും കൂടി ഇരിക്കണമെന്ന് വളരെ വിനയമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. I'm sure you've heard many messages in relation to this, but yet that we would sit here with a prayerful heart is my prayerful request to you. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ, ആ ക്രിസ്തീയ ജീവിതത്തിലെ അതിപ്രധാനമായ 3 തലങ്ങളുണ്ട്. There are 3 sects or 3 particular parts of a Christian life that is there that when he considers in a family. ദൈവം എല്ലാവരുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന ഒരു പ്രമാണമാണത്. There is a 3 principle that God has put in place. അതിതാണ് 1 വ്യക്തി ജീവിതം, 2 കുടുംബ ജീവിതം, 3 സഭാ ജീവിതം. One is the personal life, one is the family life, and then there's also a life within the church. കുടുംബ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ എല്ലാ കാര്യങ്ങളും, ഈ 3 കാര്യങ്ങളും ദൈവത്തിന് ഒരുപോലെ പ്രാധാന്യമുള്ളതാണെന്നാൽ കുടുംബജീവിതം ഏറ്റവും പ്രധാനമാണ്. കാരണം അവിടെയാണ് കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകേണ്ടത്. All these 3 areas are very important to God, and also we can see key important also is being brought into family as well to God. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന ജീവിതമാണ്. A Christian life is a life imitating or following the very nature of the Lord Jesus Christ. നമുക്കറിയാം, ആത്യന്തികമായി നമ്മുടെ ആത്മീയമായ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഞാനും നിങ്ങളും അനുരൂപരായി തീരണമെന്നുള്ളതാണ്. That we would be conformed to the image of the Lord Jesus Christ, the image and the work of Christ. That is what the key principle is in the Christian life. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 40-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. നമ്മുടെ കർത്താവ് തന്നെ ഈ ബന്ധത്തിൽ പറഞ്ഞ ഒരു കാര്യം അവിടെ നാം വായിക്കുന്നത് 40-ാം വാക്യം. Luke chapter 6 verse 40. ശിഷ്യൻ ഗുരുവിന് മീതെയല്ല, അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. A pupil is not about his teacher, but everyone after he has been fully trained will be like his teacher. ക്രിസ്തീയ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഗുരുവിനെ പോലെ ആവുക എന്നുള്ളതാണ്. So the thing is that they would be like the teacher. That is the key part here. യേശുക്രിസ്തു എന്തു പറഞ്ഞു, എങ്ങനെ ചെയ്തു, എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മുൻപിൽ വരച്ചു കാണിച്ചിരിക്കുന്നുണ്ട്. ഗുരുവിനെ പോലെ ഞാനും നിങ്ങളും ആയിത്തീരണമെന്ന് ദൈവത്തിന് വളരെ നിർബന്ധമുണ്ട്. So therefore, since Christ's life is very clearly explained in the scriptures and has been presented to us so clearly, it is very important that God wants us to live such a life. കർത്താവിന്റെ നമ്മുടെ കുടുംബജീവിതത്തിൽ കർത്താവ് തന്നെയാണ് ഏറ്റവും വലിയ മാതൃക. And Christ Jesus is the greatest example of it. നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നത് കർത്താവിന്റെ ജീവിതത്തിനോട് നോക്കിയിട്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അനായാസമായിട്ട് അത് ക്രമീകരിക്കാനായിട്ട് കഴിയും. In every aspect of our problem, if we turn to the Lord Jesus Christ and see him as an example, there is a solution to how we can address that problem. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കണം. Matthew 11:21, we can see that it speaks to that you would be following me, look at me, for I'm gentle and kind. We can see that you can learn of me. എന്ന് പറഞ്ഞാൽ എനിക്ക് ശിഷ്യപ്പെടുക എന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ ആശയം. We can see that there is learning that you can have. You can be discipled by me. നിങ്ങൾ എന്റെ സ്വഭാവം ഉൾക്കൊള്ളുന്നവരായി തീരണം. You can be one who takes on my very nature, my very character. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ നിങ്ങൾ എന്നെ നോക്കി പഠിക്കണം. If I am the one who is meek and humble and gentle, then you will look at me. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? What does that mean? എന്റെ സൗമ്യതയും താഴ്മയും നിങ്ങൾ പഠിക്കണമെന്നാണ്. That you should be able to learn meekness and gentleness. എന്റെ സ്വഭാവം നിങ്ങൾ ഉൾക്കണം, അതാണ് കർത്താവ് പറയുന്നത്. My behavior, my nature should be in you. റോമാലേഖനം 8-ാം അധ്യായം 28-ഉം 29-ഉം 30-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവിടെ 28-ാം വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നാം അറിയുന്നു.
And there we see in Romans 8. Romans 8:28 we can see about all things that work together for good unto the Lord. അവൻ 29 വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. We can see even before the foundation in time past, we see that he has appointed to bring all those together in unity according to his nature. 30 വാക്യത്തിൽ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് വായിക്കുന്നു. And then it says in verse 30, and these whom he predestined he also called, and those whom he called he also justified, and these whom he justified he also glorified. 28 വാക്യത്തിൽ നാം കാണുന്നത് ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ്. And then we see prior to that in 28 that all for together for good to those who love God is a statement he uses there. എന്നാൽ 29 വാക്യത്തിൽ ആ നന്മ എന്താണെന്നാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. But we see that particular knowledge of it is today as well that we can see. നമ്മെക്കുറിച്ച് ദൈവത്തിലുള്ള ആത്യന്തികമായ കാര്യപരിപാടി എന്താണെന്ന് 8:29 ദൈവം പറയുകയാണ്. That what God's ultimate purpose of our life, he presents that in verse 29. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുക, ഇതാണ് ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. This is the great goal, the great perspective of God, and the ultimate goal of God is that we will become conformed to the image of his son. നമ്മെ കഷ്ടിച്ച് രക്ഷിച്ച് സ്വർഗ്ഗത്തിലാക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ ഉദ്ദേശം. Just barely to see that we are saved and entering into heaven is not the only goal of God. സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നമുക്ക് തരിക എന്നുള്ളത് മാത്രമല്ല ദൈവത്തിന്റെ ഉദ്ദേശം. Giving us all the spiritual blessing is not the ultimate purpose of God alone. തന്റെ പുത്രന്റെ സ്വരൂപത്തോടെ നമ്മെ അനുരൂപരാക്കുക എന്നുള്ള ഏക ലക്ഷ്യമാണ് രക്ഷയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. We see that his perspective is that we would become conformed to the image of his son, and that is his goal. നമുക്കറിയാം ആശ്ചര്യമായി അത് പൂർണ്ണമാകുന്നത് നമ്മുടെ കർത്താവ് വരുമ്പോൾ മാത്രമാണ്. And for all things will be perfected, we see when the Lord Jesus Christ, when he comes. യോഹന്നാൻ 3:2 നാം വായിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, ഇപ്പോൾ നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരാകും. In 1 John 3 and verse 2 he says, now we are children of God, and it has not appeared as yet that what will be. We know that when he appears we will be like him, because we will see him just as he is. ഈ വാക്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണെങ്കിലും ചിലപ്പോഴെങ്കിലും ഇരുന്ന് ഈ വാക്യത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതമായിട്ടൊന്ന് അവലോകനം ചെയ്ത് ഒരു താരതമ്യം ചെയ്ത് ഒരു പഠനം നടത്തുന്നത് വളരെ ആവശ്യമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിജയകരമായ പോക്കിന്. Yes, it is true we are familiar with these verses, but the fact that when we look at these verses in the context of our lives and compare it to our lives, we can see there's and evaluate ourselves based on those scripture verses. കർത്താവിന്റെ ലക്ഷ്യം എത്രയോ വ്യത്യസ്തമാണ് നമ്മുടെ ആശയങ്ങളിൽ നിന്ന്. Look at the goal of God, how different it is of how we probably understand it. ഫിലിപ്പ് ലേഖനം 3:20-21 വാക്യത്തിൽ നാം വായിക്കുന്നത് കർത്താവിന്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ട് താൻ പറയുകയാണ്. In Philippians chapter 1 verse 22-23 he speaks about chapter 3 verse 20 and 21. I'm sorry. 20 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. 3:20 and 21 of Philippians, for our citizenship is in heaven, from which also we eagerly wait for a savior, the Lord Jesus Christ. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. And then verse 21 he says he will transform the body of our humble state into the conformity with the body of a glorious body by the exertion of the power that he has even to subject all things to himself. അപ്പോൾ കർത്താവിനെ പോലെ നാം ആയിത്തീരുന്നത് കർത്താവ് വരുമ്പോൾ മാത്രമാണ്. So when the Lord appears is when we shall become like him. എന്നാൽ ഇന്ന് നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ, വ്യക്തികളായും കുടുംബങ്ങളായും സഭയായും ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. But while we are living here on this world, until then there are a lot of things we need to pay attention to. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് it's a developing Christian character to be formed in our life. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ക്രമാനുഗതമായി ഒരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കണം. There is a proper development or transformation that has to happen in Christian life, and that is the purpose. യോഹന്നാൻ 2:6 വാക്യത്തിൽ നാം വായിക്കുന്നു, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. In 1 John 2 and verse 6 he says, the one who says he abides in him ought to himself to walk in the Lord. അവൻ നടന്നതുപോലെ എന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചതുപോലെ ജീവിക്കണം. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കുവാൻ ആവശ്യമുണ്ട്. That we need to be walking, we need to be talking and behaving just as the Lord Jesus Christ also walked. 1 പത്രോസ് 2:21 നാം കാണുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു,
നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. In 1 Peter chapter 2 and verse 21, he says, "For he has been called for this purpose, since Christ also suffered for you, leaving you an example for you to follow, as is you." നാം ദിനംതോറും മുൻപോട്ട് പോകുവാനായിട്ട് പിന്തുടരുവാനായിട്ട് ഒരു കാൽപ്പാട് വെച്ചിരിക്കുന്നു നമുക്ക് മാതൃകയായിട്ട്. He's given us the steps that we need to follow through behind him in every way of our lives. പ്രേരണായ ടി കെ ശമൽ സാറ് മനോഹരമായ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ആ പാട്ട് ഇങ്ങനെയാണ്. A songwriter, late T.K. Samuel uncle, he wrote this song like this. ക്രിസ്തയേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാമെന്തു ഭാഗ്യമുള്ളോർ, പ്രിയരെ നാമെന്തു ഭാഗ്യമുള്ളോർ, നാഥന്റെ കാൽച്ചുവടും നാൾ തോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ഇത്ര മനോഹരമായ പാട്ടുകളാണ്. What a beautiful song it is to remind us of following the path and the work of the Lord Jesus. നാൾതോറും പിന്തുടരുക എന്ന് പറയുന്നത് ഇത് അങ്ങ് സ്വർഗത്തിൽ പിന്തുടരുന്ന കാര്യമല്ല, ഈ ലോകത്തിൽ പിന്തുടരുന്ന കാര്യമാണ്. In the song when he says that for all time we will live, is not talking about in heaven, but even while we are here on earth that we would live in such a manner. ഈ ഭൂമിയിൽ ഇവിടെ വെച്ച് ഞാനും നിങ്ങളും പിന്തുടരുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. He is saying that we would follow his steps while we are living here on earth. We should still follow him. നാം എപ്പോഴാണ് അവനെ പോലെ പൂർണ്ണമായി തീരുന്നത്? But when do we transform to become like him? അത് അവൻ വരുമ്പോഴാണ്. That's when he comes. നാം എപ്പോഴാണ് അവന്റെ പാദങ്ങൾ പിന്തുടരേണ്ടത്? But when do we have to follow his footsteps? അവൻ നടന്ന പോലെ നടക്കേണ്ടത്? The way we need to walk like him. അതിപ്പോഴാണ്. That has to happen now. ചിലർ സ്വർഗത്തിൽ ചെന്ന് നടക്കാനിരിക്കുകയാണ്. Some people are looking to walk like that when they reach heaven. അത് നടക്കാൻ പോകുന്നില്ല. That walk is not. ഇവിടെ നടക്കണം, ഇവിടെ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. God wants us to walk that right now. സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഇപ്പോൾ ഇവിടെ നടക്കണം. Not when you walk, that walk is not supposed to be happening in heaven, but while you're living on earth that you would walk it like that. അതുകൊണ്ട് ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിലെ നാളുകളിൽ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരായി നാം തീർന്നുകൊണ്ടിരിക്കണം. That day by day we would be transformed, conforming to the image of the Lord Jesus Christ that he wants us to do. ചുരുക്കത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് ആത്യന്തികമായി നമുക്ക് സാധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നാളുകൾ കഴിയുന്തോറും നാം അവനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. And therefore, continually looking in Christian life, we need to day by day transform to the image of our Lord Jesus Christ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. We know that there are many good natures or good characters in us. അതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ അതിന്റെ ആകത്തുക എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ വളർച്ചയാണ്. The sum and substance of all of that is that we would be better at our behavior in Christ Jesus. Spiritual growth or spiritual maturity is a developing Christian character. അത് അനുദിനമായ ക്രിസ്തീയ വിശ്വാസിയുടെ പുരോഗതിയിലേക്കുള്ള നടപ്പിന്റെ കാര്യമാണ് പറയുന്നത്. It is talking Christian life is a progressive event that happens in one's life. യേശു കർത്താവിനെ പോലെ നാളുകൾ കഴിയുന്തോറും നമ്മൾ കൂടുതലായി തീരണം. That day by day that we would be like the Lord Jesus Christ in every aspect of life. നമ്മുടെ സ്വഭാവത്തിൽ കൂടുതൽ വിനയം, കൂടുതൽ സ്നേഹം, കൂടുതൽ താഴ്മ ആവശ്യമാണ്. There needs to be more meekness, an attitude of more love, of more humility that needs to come in our lives. കർത്താവിന്റെ പാദങ്ങൾ നാം പിന്തുടരുമ്പോൾ ശത്രുക്കളെ അധികം സ്നേഹിക്കാൻ കഴിയും, ക്ഷമിക്കാൻ കഴിയും, വഹിക്കാൻ കഴിയും, നന്മ ചെയ്യാൻ കഴിയും, കൂടുതൽ ദയയും കൂടുതൽ വാത്സല്യവും ഉള്ളവരായിട്ട് തീരുവാൻ കഴിയും. The more when we follow the Lord Jesus Christ, we'll be able to love our enemies more, show mercy unto them, and to be able to endure with them. That is a nature we will be able to grow in. ഇതൊക്കെ ധാരാളമായി നമ്മിൽ വളർന്നു വർദ്ധിച്ചു വന്നിട്ട് നമ്മെ കാണുന്നവർ യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിൽ കാണുവാൻ ഇടയാകണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. The more that exceeds in our life, and the world will look and point out to see the very nature of the Lord Jesus Christ in each of a believer. ഞാനും നിങ്ങളും ആത്മീയരാണെങ്കിൽ, if we all are called as spiritual believers of the Lord, ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, if we are children of God, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. this is the ultimate goal in one's Christian life. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്. This is what has to happen in each one of our lives. ഫാമിലി ലൈഫ്, കുടുംബജീവിതം എന്നുള്ളതാണ് എന്റെ വിഷയം. അതിലേക്ക് ഒന്ന് കടന്നു വരാം. Family life is a key topic, and I'm going to come back to that. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അവന്റെ കുടുംബജീവിതം എന്ന് പറയുന്നത്. For a man, it's important of the fact that how his family is something that he needs to look at. സാധാരണഗതിയിൽ എല്ലാവരും വിവാഹിതരായി കുടുംബജീവിതം നയിക്കണമെന്നാണ് ദൈവം
മനുഷ്യരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. God desires that man would get married and he would live a family life. എന്നാൽ ചിലരെ സംബന്ധിച്ച് ദൈവത്തിന് പ്രത്യേകമായ ഉദ്ദേശവും നിയോഗവും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ അവരുടെ പ്രത്യേകമായ പദ്ധതി അനുസരിച്ച് വിവാഹം കഴിക്കാത്തവരായി ജീവിച്ചു എന്ന് വരാം. But there, God in His sovereign plan, in His way, He probably have people who have set apart to celibacy to be separated for the Lord. അതൊരു എക്സെപ്ഷണൽ കേസാണ്. Those are exceptional aspects of അത് it. റൂളല്ല, It's not a rule. ദൈവത്തിന്റെ വ്യവസ്ഥയല്ല. It's not in the plan of God. റൂൾ എല്ലാവരും വിവാഹം കഴിച്ച് കുടുംബമായി ജീവിച്ച് ദൈവത്തിന്റെ കാര്യപരിപാടികൾ കുടുംബത്തിലൂടെ നിവർത്തിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. What God desires in His ultimate goal that man would be married and have a family life and multiply. We see that is what God desires. പ്രത്യേകമായിട്ടുള്ള വിളിയും ആവേശവും ലഭിച്ചവർ മാത്രമേ അല്ലാതെ ജീവിക്കാൻ കഴിയുള്ളൂ. Only those who have given that special calling to be able to do so are able to live that single life as they choose in Christ. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് ദൈവം കുടുംബജീവിതം സ്ഥാപിച്ചു എന്നുള്ളതുകൊണ്ട് കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്തങ്ങളും ദൈവ മുമ്പാകെ തന്നെയാണ് നാം ചെയ്യേണ്ടത്. God, since He established family, He expects that everyone would follow through in the principle that He's given as for a family life. നമുക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ ആലോചനയും ചിന്തയും അവന്റെ അരുളപ്പാടുകളും അനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. It is very important that in the principle in what God wants us to do, that families would lead a spiritual life and pursue in that as well. ഞാനിപ്പോൾ കർത്താവിന്റെ വേലയിലാണ്, അതുകൊണ്ട് എനിക്ക് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് ഇപ്പൊ സമയമില്ല എന്ന് പറയാനായിട്ട് ആർക്കും കഴിയില്ല. None can say that I'm focused on the things of the Lord, so therefore I'm not responsible for my family. കർത്താവിന്റെ വേലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തെ നോക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ആളോട് പറയേണ്ടത് അത് വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടതായിരുന്നു, ഇപ്പോൾ ഇനി അത് പറയാൻ സാധ്യമല്ല എന്നാണ്. And to such who would make a statement that you would say that that is not something you should have thought after you got married, but before you got married you would consider that thought. കുടുംബജീവിതത്തിലെ പ്രാധാന്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. The key aspect that I want to bring about with regard to marriage is concerned. കല്യാണം കഴിച്ചിട്ട് അത് പറയാൻ പാടില്ല, കല്യാണം കഴിച്ചിട്ട് അത് പറയാൻ പാടില്ല എനിക്ക് സമയമില്ലെന്ന്, എനിക്ക് സമയമില്ലെന്ന് വിവാഹം കഴിഞ്ഞിട്ട് പറയാൻ പാടില്ല കുടുംബത്തെ നോക്കാൻ. You cannot be able to say that I have no time after you get married. കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു വേണം അക്കാര്യത്തിൽ ഏർപ്പെടുവാൻ. Those who are going to get married, think carefully as you take that. ഒരുപാട് കർത്തൃവേല ചെയ്യുന്ന ആളുകൾ വിചാരിച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി വളരെ ത്യാഗം അനുഭവിക്കുകയാണ് ഈ കുടുംബത്തെയൊക്കെ വിട്ടു പോകുന്നതെന്നാണ്. Many people have a considered notion the fact that they are sacrificing a lot, setting apart their family. ബില്ലി ഗ്രഹാം ഒരിക്കൽ പറഞ്ഞു, there is no conflict with responsibilities with God. ദൈവവുമായിട്ടുള്ള കാര്യങ്ങളിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഉണ്ടാകാൻ സാധ്യതയില്ല. In the responsibilities that God has entrusted, there is no conflict in it, says Billy Graham as per his statement. പരസ്പര വിരുദ്ധമായ ഒരു കാര്യങ്ങളും ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കാര്യങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകില്ല. That there is not going to be things that have no correlation in a Christian's life. ബില്ലി ഗ്രഹാം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? What does he mean? Billy Graham, what did he mean by saying? കുടുംബത്തിലെ ചുമതല ആരാ ഏൽപ്പിച്ചത്? Who gave the responsibility for one to lead a family? ദൈവമാണ് ഏൽപ്പിച്ചത്. God is the one who did give that. സഭയിലെ ചുമതല ആരാ ഏൽപ്പിച്ചത്? Who gave the responsibility to lead the church? ദൈവമാണ് ഏൽപ്പിച്ചത്. God himself did that. ഔട്ട്റീച്ച് മിനിസ്ട്രി ആരാ ഏൽപ്പിച്ചത്? Outreach ministry, who gave that? ദൈവമാണ് ഏൽപ്പിച്ചത്. God also appointed that. സുവിശേഷ വേല ആരാ ഏൽപ്പിച്ചത്? Evangelization, who had given that? ഇതെല്ലാം ദൈവമാണ് ഏൽപ്പിച്ചത്. This is all God who gave that. ദൈവം ഏൽപ്പിച്ച ഈ ചുമതലകൾ തമ്മിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകില്ല. So therefore that which is appointed or given by the Lord, there is not going to be a conflict as far as the family also is involved in that concern. ദൈവമാണ് കുടുംബവും ശുശ്രൂഷയും നിന്നെ ഏൽപ്പിച്ചതെങ്കിൽ വാസ്തവത്തിൽ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നീ ബാധ്യസ്ഥനാണ്. If God has given you the responsibility to take care of a family, that you have every responsibility to handle both of it in the coming days. ദൈവം ഏൽപ്പിച്ച ഒരു കാര്യം ഞാൻ ചെയ്യുകയും മറ്റേ കാര്യം അവഗണിക്കുകയും ചെയ്യാനായിട്ട് ഒരിക്കലും ദൈവം അനുവദിക്കില്ല. God does not allow the fact that you would take one into consideration and ignore the other. കുടുംബത്തിലെ പല കാര്യങ്ങളും സുഖസൗകര്യങ്ങളും കർത്തൃവേലയിൽ പോകുമ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. As far as when somebody goes as a family into a ministry, that there are things that they will have to sacrifice. കർത്താവിന്റെ വേലയ്ക്ക് പോകുമ്പോൾ കുടുംബത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരും. That there are some comfort zone, the comfort things that a family goes through, they might have to let that aside in order to sacrifice into the ministry of God. ഭാര്യയെയും മക്കളെയും അപ്പനെയും അമ്മയും ഒക്കെ വിട്ടേച്ച് നാട്ടിൽ പോയി കർത്താവിന്റെ വേല ചെയ്യേണ്ടി വരും. There's possibly that you might have to leave your wife, your children, or even your parents and go into another place to work. അത് സ്വാഭാവികമാണ്. That is part of it.
ജിബു പോകാൻ നേരത്ത് ഞാൻ ചോദിച്ചു, ഇവിടെ പോയാൽ അച്ചായനും അമ്മച്ചിയും പിള്ളേരുടെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. പറഞ്ഞു അതെല്ലാം ജീനായൊക്കെ ഇവിടെ ഉണ്ട്, പിന്നെ ജോണും ഉണ്ട്, അവരൊക്കെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. So the same question was posed to Jibu and when he left, and what will happen when you go? And so Jibu's response is that Gina is here and family is here, and also Jonathan is here, and things can be handled through them. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടാണ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിരിക്കുന്നത്. He made the necessary arrangement that he needed to make before he left for the ministry. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവഗണിച്ച് കളഞ്ഞിട്ട് കർത്താവിന്റെ വേല ചെയ്താൽ കർത്താവിന് അത് പ്രസാദകരമായിരിക്കില്ല. That it would not be pleasing to God that which he has entrusted to take care of, if we don't take care of it and do something. ഇത് ഫുൾ ടൈം വർക്കേഴ്സിനെ മാത്രം ഉദ്ദേശിച്ച കാര്യമല്ല, എല്ലാവരെയും സംബന്ധിച്ചും ദൈവം ഏൽപ്പിച്ച ചുമതലയാണ് കുടുംബത്തിൽ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളത്. This is not something that is allocated for those who are full-time ministries, but the fact that everyone has to consider that in family. നമ്മുടെ ജോലിയോ നമ്മുടെ ബിസിനസ്സോ നമ്മുടെ മറ്റ് ഇതര കാര്യങ്ങളോ കുടുംബ ജീവിതത്തിന് തകരാറ് വരുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകുവാനായിട്ട് പാടില്ല. That our job and our business or anything should not have a conflict within our family lives. കുടുംബത്തിലെ ചുമതലകൾ എന്ന് പറയുന്നത് വിവാഹിതരുടെ കാര്യം മാത്രമല്ല. That being married is not the only fact of being, being a family man. Just being married. It is a responsibility of everyone, not only the one who is married. വിവാഹം കഴിക്കാത്തവർക്കും, അതായത് തിമോഥെയോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, മാതാപിതാക്കന്മാരെ സംരക്ഷിക്കുകയും അവരുടെ കാര്യങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്ന വിധവമാരുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ആ കാര്യം പറഞ്ഞു വരുമ്പോൾ അവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ് 4-ാം വാക്യം, വല്ല വിധവയ്ക്കും പുത്രപൗത്രന്മാരുണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ, ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമാകുന്നു. In 1 Timothy 5:4 it says, but if any widow has children or grandchildren, they must first learn to practice piety in regard to their own family and to make some return to their parents, for this is acceptable in the sight of God. മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച്, He says, before you do anything, you show piety in your own home. അപ്പോൾ ഭക്തി വെളിപ്പെടേണ്ട സ്ഥലം എവിടെയാണ് ആദ്യം? So where that piety, that nature, where does it have to first appear first? സ്വന്തം കുടുംബത്തിലാണ്. It is in your own family. അല്ലാതെ സഭയിലല്ല, പുൾപിറ്റിലല്ല. It is not in the church and not on the pulpit. കൊലോസ്യ ലേഖനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ജിബു ഒരു കഥ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. I hope you remember when Philip Andrews Jibu, when he brought up an example while we were studying the book of Colossians. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. If I tell you in one word, you'll probably remember. പണ്ട് ഒരു സഹോദരൻ സഭയിൽ നന്നായിട്ട് വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. That a man once was giving a great sermon in the church. ഭാര്യ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. And the wife was listening to that sermon. ഈ വളരെ നന്നായിട്ട് ഈ പ്രസംഗം സ്വാധീനിച്ചു. And this was very influential as far as his message was concerned to him. ഭാര്യയെ വല്ലാതെ സ്വാധീനിച്ച It influenced his wife with that message. ഭാര്യ അടുത്തിരുന്ന ആളോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് കട്ടിലും പായും തറന്നെടുത്തോണ്ട് ഇവിടെ കൊണ്ടു, അച്ഛൻ ഇവിടെ കിടന്നോട്ടെ, ഈ പള്ളിയിൽ വരുമ്പോൾ അച്ഛൻ വളരെ ഭക്തനാണ്, അതുകൊണ്ട് ഇവിടെ തന്നെ താമസിച്ചോട്ടെന്ന് പറഞ്ഞു. So I'm going to go home quickly and get his mat and his pillow and bring him to the church, because there's so much of holiness and piety that he's showing here while in church. So let him live here. തമാശയ്ക്ക് പറഞ്ഞ കാര്യമല്ല, വളരെ സീരിയസ് ഉള്ള കാര്യമാണ്. That might be don't see it as a joke, but there's some serious thing about it. കാരണം അച്ഛൻ സഭയിൽ നല്ല ഭക്തനാണ്. In the church, that man was a good man. പ്രസംഗം പറഞ്ഞപ്പോഴാ ഭാര്യ അറിഞ്ഞത് അച്ഛൻ ഇത്രയും ഭക്തനാണ്. It's when the message happened, is when the wife understood that the husband was such a nice. കൂടെ താമസിച്ചപ്പോഴൊന്നും ഭാര്യയും പിള്ളേരും ഇത് അറിഞ്ഞിട്ടേ ഇല്ല. And while he was living with them, the wife and the children didn't recognize this. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. That's not how it should happen. ഭർത്താവിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഈ അച്ഛൻ ഇത്രയും നന്നായിട്ട് സംസാരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ ഇത് കേൾക്കുന്ന ഭാര്യ ഒരിക്കലും പറയാനായിട്ട് ഇടവരരുത്. It should not be a circumstance where the wife says, "Oh, I did not recognize my husband was going to be such a good man like this," when he comes to church. അവിടെ നാം വായിച്ചത് 1 തിമോത്തി 5:4 ഇവിടെ നാം വായിച്ച ഭാഗം, കരുതേണ്ടവരെ കരുതുക, നോക്കുക, ആരോഗ്യപരമായ ബന്ധങ്ങൾ കുടുംബത്തിൽ പുലർത്തുക, അത് ദൈവഭക്തിയുടെ ലക്ഷണമാണ്. We can see the nature of being able to regard for another as a sense of pious nature in one. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന വസിക്കുന്ന വിശ്വാസി ഇനി വിവാഹിതനല്ലെങ്കിൽ തന്നെ ഒരു മകൻ എന്ന നിലയ്ക്ക് മാതാപിതാക്കളോട് കാണിക്കേണ്ട ബഹുമാനം, അവരെ കരുതേണ്ട വിധങ്ങൾ, ഇതെല്ലാം അവരോടുള്ള ആദരവ്, എല്ലാ കാര്യങ്ങളിലും വളരെ മാതൃകയായിരിക്കേണ്ടത് ആവശ്യമാണ്. So therefore, as parents or as in the family, there should be a lot of practice of honor, of respect that happens even to the elderly and things like that happens in the home. ഒരു ദൈവമകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കുടുംബത്തിന്റെ ചുമതലകൾ നിർവഹിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കണം. That a child of God is one who would fulfill the responsibilities of a family man according to God's will. അതുകൊണ്ട് നമ്മുടെ ദൈവഭക്തി വെളിപ്പെടേണ്ടത് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ, നമ്മുടെ ഭാര്യയുടെ മുൻപിലും കുഞ്ഞുങ്ങളുടെ മുൻപിലും മാതാപിതാക്കന്മാരുടെ മുൻപിലും ആയിരിക്കണം. Therefore, the first thing that one wants you to learn or practice about pious nature has to happen in the house first before his wife and children. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭക്തി ആരംഭിക്കണം. That is where in our home is where that nature should commence. മൂപ്പന്മാരുടെ യോഗ്യതകൾ പറയുമ്പോൾ കുടുംബത്തിൽ നന്നായി ഭരിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞു. അത് മൂപ്പന്മാരുടെ മാത്രം യോഗ്യതയല്ല, ഡീക്കന്മാർക്കും സഭയിലുള്ള എല്ലാ ശുശ്രൂഷ ചെയ്യുന്നവരും, ഇവിടെ പണം എണ്ണുന്നവർക്കും ഇവിടെ അനൗൺസ്മെന്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് ബാധകമാണ്. എന്നാൽ മൂപ്പന്മാർക്ക് അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. Yes, the scripture speaks about the nature of what the responsibility as the elders ought to have, that they'll be able to lead their home. That doesn't alone happen to the elders, but happens to everyone who plays a role, to those who are handling the money, those who are deacons, those who are doing the different responsibilities, even the ones giving announcements, things like that. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഈ ബാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. It's a great responsibility for those who are born again to fulfill that responsibility as far as the family is concerned. അപ്പോൾ ദൈവം കുടുംബത്തെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. So look about the fact how God takes a serious note as far as leading a family is concerned. അവിടെ കുടുംബം എന്താ പറയുമ്പോൾ ഭാര്യയും ഭർത്താവും മക്കളുണ്ടെങ്കിൽ മക്കളും, അതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. When you talk about family, as a husband and the wife and there's children are also part of it. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള മനസ്സിൽ നമ്മൾ വരുന്ന ചിത്രം അതാണ്. That's what we immediately picturize when we think about a family. ഇനി പറയാൻ പോകുന്ന കാര്യം നോക്കുക. ഈ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളുടെ ബന്ധത്തിൽ ഉള്ള പ്രത്യേകത എന്താണ്? അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. What I want to bring about also is what's the uniqueness about this family life that is illustrated in the scripture. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. I know you are very well aware of the things about it. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നിങ്ങളുടെ മുൻപിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I just want to bring about some practical things we can do. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. And this is something you need to keenly listen. എന്ന് പറഞ്ഞാൽ കുടുംബത്തോടുള്ള ബന്ധത്തിൽ വേറെ ആർക്കും നിർവഹിക്കാൻ കഴിയാത്ത ഒരു പങ്കാണ് കുടുംബത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്നത്. That God has given us a portion that none else can fulfill when we are placed in a family. മറ്റെല്ലാ മേഖലയിലും ഞാനില്ലെങ്കിൽ വേറെ ആളുണ്ട്. But in every other aspect, if one person is not present, there's somebody else who can fulfill that. ഇന്ന് ഞാൻ വചനം ശുശ്രൂഷിക്കുന്ന സഹോദരൻ ജെറിയനോട് ആവശ്യപ്പെട്ടു. When Jerry told me to share the message today. ഞാനില്ലെങ്കിൽ വേറെ ആൾ ഇവിടെ വചനം ശുശ്രൂഷിക്കും. If not me, somebody else can come and share the sermon here. ഒരു മൂപ്പന് സുഖമില്ല, അല്ലെങ്കിൽ ആ മൂപ്പൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, സഭ പൂട്ടിക്കെട്ടുമോ? ഇല്ലല്ലോ. If elder is not here or if he passed away, will the church end at this point? വേറൊരാളെ ദൈവം ആ ഭാഗത്താക്കും. God will place another there. അത് സഭ അംഗീകരിച്ചാൽ മതി. That is how the church will have to accept. ചുരുക്കത്തിൽ കുടുംബം എന്ന് പറയുന്നത് മറ്റു വേദികൾക്ക് മറ്റു സഹോദരന്മാരായാലും മതിയാകും, കുടുംബത്തെ സംബന്ധിച്ച് തികച്ചും വ്യത്യസ്തമാണ്. In other ministries, there are different people who can be a part of it, but as far as the portion of being a family man is only given to one. ഈ കാര്യം വളരെ ഗൗരവമായി നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് ഞാൻ വളരെ വിനയമായിട്ട് ഓർപ്പിക്കുകയാണ്. I want to, with all humility, to tell you to consider that as you think about a family. ഒരു കൺവെൻഷനിലോ കോൺഫറൻസിലോ പ്രസംഗിക്കാൻ ഒരാളെ വിളിച്ചാൽ ആൾക്ക് അസൗകര്യമാണെങ്കിൽ വേറെ ആളെ വിളിക്കാൻ കഴിയും. If in a convention or a conference, if a speaker who is assigned cannot come, there's another person that can step up. വേറെ ആളായാലും മതി. Another person can fulfill that. ആത്മീയ ശുശ്രൂഷ സാക്ഷ്യത്തോടും പ്രാഗൽഭ്യത്തോടും ചെയ്യാൻ കഴിയുന്ന മറ്റൊരാളായാലും ആ സ്ഥാനത്തേക്ക് മതിയാകും. That those who are able to handle those kind of spiritual matters of that ministry, he can be assigned for that. എന്നാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാമോ? But as far as the program within a family, how does that work? ഒരു ഭർത്താവെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് ചെയ്യാൻ ദൈവം വേറെ ആരെയും ലോകത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. That God has not given another man the role of being a husband of that home apart from another. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് അവൾ ചെയ്യേണ്ട കാര്യം ചെയ്യാനായിട്ട് ലോകത്തിൽ മറ്റാരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. God has not entrusted as a role of a wife to someone else to fulfill that in a specific family. ഒരു അമ്മ എന്ന നിലയ്ക്ക് മക്കളോട് ഏർപ്പെടുവാൻ ആ കഴിയുന്ന സ്ഥാനത്ത് വേറെ ആരെയും ദൈവം ഏൽപ്പിച്ചിട്ടില്ല. God has not given the role of a mother to someone else in order to be able to fulfill their role in that specific family. അമ്മയുടെ കടപ്പാട് നഴ്സറി ടീച്ചറിനോ സൺഡേ സ്കൂൾ ടീച്ചറിനോ ആയിക്കോ മറ്റാർക്കോ അത് ചെയ്യാനായിട്ട് കഴിയുന്നതല്ല. A nursery teacher, a Sunday school teacher cannot fulfill the role of that mother. അത് നിങ്ങൾക്ക് മാത്രമേ നിർവഹിക്കാൻ കഴിയുള്ളൂ. It is that specific
mother or person, individual can do that. അതുകൊണ്ട് കുടുംബത്തിലെ ഒരു ഉത്തരവാദിത്വവും മറ്റൊരാളെ ഏൽപ്പിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. God does not desire for someone else to take up that role and responsibility of the family elsewhere. എനിക്കതിന് തീരെ സമയമില്ലെന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയുകയില്ല. We cannot say that we don't have time for our family. അത് നാം ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാൻ വേറെ ഒരാളില്ല, വേറെ ഒരാളെ ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. If I don't choose to do it, there's nobody else set to do that or fulfill that. അതുകൊണ്ട് ഭർത്താവ് എന്ന നിലയ്ക്ക്, ഭാര്യ എന്ന നിലയ്ക്ക്, അപ്പൻ എന്ന നിലയ്ക്ക്, അമ്മ എന്ന നിലയ്ക്ക്, മകൻ എന്ന നിലയ്ക്ക്, മകൾ എന്ന നിലയ്ക്ക് എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ആ ശുശ്രൂഷകൾ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഗൗരവമായി ചെയ്യണം എന്നുള്ളത് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. As a father or husband or mother or wife or children or a son or daughter, that nobody else can fulfill in the role that has been given to you to be able to do what God intends of you. ദൈവത്തിന്റെ വചനത്തിൽ കുടുംബത്തിൽ നാം പാലിക്കേണ്ട അനേക പ്രമാണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And there are things that certain principles that God has given as far as a family needs to fulfill. എഫെസ്യ ലേഖനം 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിന് വിശദമായി നാം ആ കാര്യങ്ങളിലേക്ക് പോകുന്നതാണ്. We'll be eventually going through in detail about it in the book of Ephesians in chapter 5. ദൈവത്തിൽ ഭർത്താവിനോടുള്ള ബന്ധത്തിൽ ഭാര്യയെ സ്നേഹിക്കുന്ന കാര്യം, ഭാര്യയെ കരുതുന്ന കാര്യം, ശാരീരികവും മാനസികവും വൈകാരികവുമായ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The scripture brings about how clearly that the husband and the wife has their emotional needs, their spiritual needs, and their mental feelings, and all that is being explained within the passage. ഭാര്യയെ സംബന്ധിച്ച് ദൈവവചനത്തിൽ പറയുമ്പോൾ ഭർത്താവിന് കീഴ്പ്പെടുന്ന കാര്യം, ഭർത്താവിന്റെ ശിരസ്ഥാനം മാനിക്കുന്ന കാര്യം, ഭർത്താവിനെ ഭയപ്പെടുന്ന കാര്യം, ഭർത്താവിനെ അനുസരിക്കുന്ന കാര്യം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് ദൈവ ആത്മാവ് ആലേഖനം ചെയ്ത് തന്നിട്ടുണ്ട്. The word of God has been given very clearly of how a wife would need to consider about submission, recognizing the position of the husband, and all those things are listed in the passage. തുറന്നുള്ള ഭാഗം നാം വായിക്കുമ്പോൾ മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ദൈവഭക്തിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യങ്ങൾ, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. As far as parents are concerned, how they would bring the children right in the Lord is also brought about in the passage. മക്കൾ എന്നുള്ള നിലയ്ക്ക് അമ്മയപ്പന്മാരെ എങ്ങനെ അനുസരിക്കണം, അവരെങ്ങനെ അവരോട് പെരുമാറണം, പ്രത്യുപകാരം ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. We can see how as children, how they responded to their father and their mother to care for them and things like that. We see that commandment mentioned. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളായാലും മാതാപിതാക്കന്മാരായാലും ഭാര്യയായാലും ഭർത്താവായാലും ആരായാലും അവരുടെ ചുമതലകൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഗൗരവമായി എടുക്കുകയും അത് നടപടിയായി നിവർത്തിക്കുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. No matter who the husband or the wife is, the specific responsibility is being provided for us, and then we needed to follow. അതുകൊണ്ട് കുടുംബജീവിതത്തിലെ നടപ്പിനെ, അതിന്റെ ഹാർമണിയെ വളരെ ഗൗരവമായി ഞാനും നിങ്ങളും കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. Therefore, you and I have to very keenly and seriously consider the harmony that needs to be happening within a home. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുടുംബത്തിലുള്ള ബന്ധത്തിൽ മറ്റാരും ചെയ്യാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിട്ടില്ല കാര്യം നമുക്കറിയാം. എന്നാൽ ഇനി നമ്മൾ ദൈവമക്കളാണെങ്കിലും ചിലപ്പോഴൊക്കെ ചില പ്രയാസങ്ങൾ കുടുംബജീവിതത്തിൽ വരും. When being children of God, when we think about family, there are going to be some struggles that happen in a family. അത് വരാത്ത കുടുംബങ്ങളുണ്ടെന്ന് തോന്നുന്നില്ല. I don't think there's any family that are not going to be not having a problem. എല്ലാ കുടുംബങ്ങളിലും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. In every family there is going to be some little problem or so. തല്ലും വഴക്കും അടിയും പിടിയൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. I'm not talking about beating or brutal things like that. രണ്ട് വ്യത്യസ്തരായ ജീവിതങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ രണ്ടുപേരും ആദാമ്യ സന്തതികളാണെന്ന് ഓർമ്മ വേണം. When two people coming from different places come together, we all need to understand we are descendants of Adam. രണ്ടുപേരിലും പാപ സ്വഭാവങ്ങളുണ്ട്. In both the nature of sin exists. സ്വാർത്ഥതയുണ്ട്. Selfishness is there. അങ്ങനെയുള്ള രണ്ടുപേരും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്ന് വരുമ്പോൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. There's every possibility of a conflict that can exist in such situations. ലോകത്തിൽ രണ്ടുപേര് ഒരുപോലെ ഉള്ളവരല്ല. There's no two people that are alike. ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. And that is something that science has proved as well. ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. There are a lot of people who may be thinking a particular thing in different people. എന്നാൽ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചിന്തിക്കുന്ന ഒരാളും വേറെയില്ല. But there's not one or many people who think all things the same way as one to another. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുപോലെ ചിന്തിക്കണമെന്ന് നമ്മൾ ശഠിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. രണ്ട് സംസ്കാരത്തിൽ നിന്ന് വന്ന് ചേർന്നവരാ, ഒരുമിച്ച് ചേർന്ന് പോവുകയേ ഉള്ളൂ. So we cannot be stubborn on the fact that a husband and a wife should have the same understanding and likeness because they're coming from two different cultures. It's impossible. ദൈവം അങ്ങനെ ചേർത്തപ്പോൾ തന്നെ ദൈവത്തെ അറിയാതെ നടക്കാൻ പോകുന്ന കാര്യമല്ല.
അങ്ങനെ മതിയെന്ന് ദൈവത്തിന് അറിയാം. God knows fully well that when He unites them, that it's going to happen, and He accepts that. അതുകൊണ്ട് വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് വളരെ ദൈവകൃപയോടെ ആ കാര്യങ്ങൾ ഏർപ്പെടുവാനായിട്ട് ശ്രദ്ധിക്കണം. So when those conflicting situations come, that we would be able to submit ourselves to the Lord together in prayer, coming before the presence of God. വിജയകരമായ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു പ്രശ്നവും ഉണ്ടാകാത്ത കുടുംബജീവിതമല്ല. Being a successful Christian family life doesn't mean that there's no problems within that. അങ്ങനെ ഒരു കുടുംബജീവിതമില്ല. There is no family like that. വിജയകരമായ കുടുംബജീവിതം എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ പ്രശ്നങ്ങളെ വളരെ സാവധാനതയോടെ കേട്ട് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പരിഹരിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ കൈകാര്യം ചെയ്യുന്ന ജീവിതമാണ് വിജയകരമായ ക്രിസ്ത്യ ജീവിതം. A victorious family Christian life is about overcoming those conflicts, those difficulties, and those challenges, and trying to find a solution in the presence of God, seeking His grace. ക്രിസ്ത്യ കുടുംബം എന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയ ആളുകൾ ജീവിക്കുന്ന സ്ഥലമല്ല. A Christian family is not where perfect people exist. തങ്ങൾക്ക് കുറവുകളുണ്ടെന്നും ആ കുറവുകളൊക്കെ സംബന്ധിച്ച് അന്യോന്യം ആ കുറവുകൾ മനസ്സിലാക്കി ദൈവത്തിൻ്റെ സഹായത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് സ്നേഹത്തിൻ്റെ ആത്മാവിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് രമ്യമായി പോകുന്ന ജീവിതമാണ് കുടുംബജീവിതം. A family life is where one would recognize the differences and the failures of the other, and to submit and surrender with all humility to be able to build it and overcome it. അങ്ങനെയാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത്. That is how a fulfillment happens in a family life. ബില്ലി ഗ്രാമിന്റെ ജീവിതത്തെക്കുറിച്ച് പിന്നെ ഒരു കാര്യം ഞാൻ കേട്ടത്, another thing that I heard about Billy Graham's life. താൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, I and Ruth, we don't have a perfect marriage, but we have a great one. എനിക്കും റൂത്തിനും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടായില്ല, but മഹത്തരമായ ഒരു കുടുംബജീവിതം ഞങ്ങൾക്കുണ്ടായിരുന്നു. That was the testimony of Billy Graham and his wife Ruth, that they don't have a perfect life, that the fact that they are able to have a victorious family life together. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും പറയാൻ സാധിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ്, ഞങ്ങൾക്ക് മഹത്തരമായ ഒരു കുടുംബജീവിതമുണ്ട്. പെർഫെക്റ്റ് ആയിട്ടുള്ള കുടുംബജീവിതം അല്ല, അത് ദൈവം പോലും ഉദ്ദേശിച്ചിട്ടില്ല ഈ ഭൂമിയിൽ. എന്നാൽ ഞങ്ങളുടെ മഹത്തരമായ ഒരു കുടുംബം, ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം. That life that we would have such a testimony that we don't have to say we have a perfect family life, but that we have a good, a wonderful family life, to be able to be surrendered in the hand and living in the will of God. വ്യത്യാസങ്ങളും കുറവുകളും പോരായ്മകളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ഷമിച്ചും വഹിച്ചും സ്നേഹിച്ചും കരുതിയും മുൻപോട്ട് പോയി അത് മനസ്സിലാക്കി പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി പോകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം, കുടുംബജീവിതം എന്ന് പറയുന്നത്. Putting life in an order, seeing the perspective of things in the Lord, and putting aside differences and overcome that is a victorious family life that we ought to lead. അതൊരു മസ്റ്റ്. That's an important must. It's not an option. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളൊക്കെ ഇഷ്ടംപോലെ ജീവിച്ചു ഒക്കുമെങ്കിൽ നന്നായിട്ട് ജീവിക്കുക, അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. ഇതൊരു മസ്റ്റ് ആണ്. ഇത് അങ്ങനെ തന്നെ ജീവിച്ചെങ്കിലേ ഒക്കുള്ളൂ. There is no other alternative. It's a must that is required of us. പെർഫെക്ഷൻ എന്നുള്ളതല്ല മസ്റ്റ്. It's not perfection. പിന്നെന്താ? മഹത്വം, ഗ്രേറ്റ്നെസ്, അതാണ് മസ്റ്റ്. But to see great family life, that is the must. എന്റെയും നിങ്ങളുടെയും കുടുംബജീവിതത്തിൽ മഹത്തരമായ ഒരു കുടുംബജീവിതം ഉണ്ടായിരിക്കണം. Then my life and your family life all would be a great family life. വിവാഹം കഴിച്ചവരാണെങ്കിൽ അങ്ങനെ ജീവിച്ചേ മതിയാകൂ. That's how one who is married ought to live. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. And that is the kind of life the Lord seeks and desires of us. ഈ ലോകത്തിൽ ദൈവത്തിന്റെ കാര്യപരിപാടികൾ സാധിച്ചെടുക്കുന്ന കുടുംബജീവിതത്തിലൂടെയാണ്. We can see many of the things that happen in the world are directed through families. ദൈവത്തിന്റെ ആദ്യത്തെ സ്ഥാപനം കുടുംബമാണ്. Because God is the one who established that institution. കുടുംബത്തിലെ ചുമതലകൾ വെച്ചു മാറാൻ സാധിക്കുന്നതല്ല. We cannot keep that aside in the things as we pursue. ക്രിസ്തുവിന്റെ സഭയുടെ നിഴലാണ് കുടുംബജീവിതം. എഫെസ്യ ലേഖനത്തിൽ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. When we see about the family is a shadow of the thing of the relationship with Christ and the church. അതുകൊണ്ട് ഏറ്റവും ഗൗരവമായി കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഞാനും നിങ്ങളും കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. So therefore we have to take seriously into account of our family life. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ നിറവേറ്റുന്ന കാര്യത്തിൽ ഞാനും നിങ്ങളും വളരെയധികം ശ്രദ്ധിക്കണം. We need to be very keen and careful about how we fulfill that responsibility. ഈസി ആയിട്ട് വിട്ടുകൊടുത്താൽ കുടുംബജീവിതം അവതാളത്തിലാകും. If we take it for granted or easy, it could lead into problems. വളരെ ഗൗരവമായി അതിനെ കാണേണ്ടതാണ്. Therefore we need to consider it so seriously. നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും വളരെ ദൈവാശ്രയത്തോടെ നമുക്ക് ചെയ്യാം. It needs to be trusting in God at all times. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകല സംഘർഷങ്ങളും അതിന്റെ മധ്യത്തിൽ ക്ഷീണിച്ച് തളർന്ന് നിരാശപ്പെട്ടു പോകാതെ
വാസ്തവത്തിൽ ദൈവത്തിൽ സമർപ്പിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. That we need to be able to trusting in God, keeping aside our differences and seeking in God's will. കുടുംബജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, വേർപാടുണ്ടാകും, വ്യത്യസ്തമായ അനുഭവങ്ങൾ കടന്നു പോകേണ്ടി വരും. There are going to be many circumstances of loss, of challenges, of difficulty of losing a loved one. All that is going to exist in a family. സ്പർജൻ പറഞ്ഞത് കുടുംബജീവിതം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെവൻ ഓൺ എർത്ത് എന്നാണ്. അങ്ങനെയാണ് ഭൂമിയിൽ സ്വർഗമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. Spurgeon said that it's heaven on earth. That is what family is. ഒരു കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഭൂമിയിൽ കുടുംബജീവിതം ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവിതം നരകതുല്യമായിരുന്നു. If in this world, if there was no family, the concept of family, it would be more or less like hell. കുടുംബജീവിതം ഉള്ളതുകൊണ്ടാണ് ഇത് സ്വർഗീയമായ അനുഭൂതിയിൽ ഈ ഭൂമിയിൽ ദൈവമക്കളായ നമുക്ക് ജീവിക്കാൻ കഴിയുന്നത്. If one is able to enjoy that family life, he will be able to enjoy the very aspect of life God designed. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. Many things to say. നിങ്ങൾക്കും പറയാൻ അറിയാമെന്ന് എനിക്കറിയാം. I know you can also articulate. പക്ഷേ എൻ്റെ റിക്വസ്റ്റ് വളരെ ഗൗരവമായി ഇത് കണക്കിലെടുക്കണം, ശ്രദ്ധിക്കണം, കരുതണം. എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു കുടുംബജീവിതം എനിക്കും നിങ്ങൾക്കും ഇവിടെ നയിക്കുവാനായിട്ട് കഴിയുള്ളൂ. God is desiring of us that while we are here, that we would do such a life, that we would lead such a life, and that's what He desires of us. നാം ചിന്തിക്കാൻ പോകുന്ന ആ ക്ലാസുകളുടെ രണ്ട് ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുവാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for an introductory aspect of what we're going to study in the future, that I was able to present that here. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തെ വിശുദ്ധിയായി മാതൃകയുള്ളതായി ദൈവം മുൻപാകെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങളെയും വലിയവനായ ദൈവം വരുന്ന ദിവസങ്ങളിൽ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സഹായിക്കുക. May God help us that we would demonstrate our family life to imitate the very nature of Christ and to follow the nature of Christ and to be such subject to that is what we should be able to live in through our family lives. And may God help us and may His name be glorified.